ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ലൈഫ് ട്രാക്ക് മലയാളം. അപ്പോൾ നമ്മുടെ 5ാമത്തെ ദിവസത്തെ മോക്ക് ടെസ്റ്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ നമ്മുടെ എക്കണോമിക്സിന്റെ ക്ലാസ് ഞാൻ ഓൾറെഡി നമ്മുടെ സ്റ്റുഡൻസിന് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അത് ക്ലാസ് കണ്ടിട്ടുള്ള കുട്ടികൾക്ക് നമ്മുടെ ഇന്നത്തെ മോക്ക് ടെസ്റ്റ് ഒന്നും ഒരു വിഷയമേ ആയിരിക്കില്ല. സിമ്പിളായിട്ട് ടക്ക് എന്ന് ഉത്തരം പറയാനായിട്ട് പറ്റും. നമ്മുടെ ക്ലാസ്സിൽ ഇനിയും ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ തീർച്ചയായിട്ടും നമ്മുടെ കൺസൾട്ട് ടീമിനെ മെയിൽ ത്രൂ വാട്സ്ആപ്പ് ത്രൂ ഇൻഫോം ചെയ്യുക. നമ്മൾ എല്ലാ സബ്ജക്റ്റും ഒരേ വെയിറ്റേജിൽ നമ്മൾ LGSനുള്ളത് നമ്മൾ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ പോലെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ടീമിന് മെസ്സേജ് അയച്ചാൽ മതി, അവർ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അയച്ചു തരും. അതുപോലെ തന്നെ SSCയുടെ PSCയുടെ ഏതെങ്കിലും മെറ്റീരിയൽസ് ലൈഫ് ട്രാക്കിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് നമ്മുടെ ടീമിന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് അത് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ അല്ലടാ? അപ്പോൾ നമുക്ക് നേരെ മോക്ക് ടെസ്റ്റിലേക്ക് കിടക്കാം. എക്കണോമിക്സ് ആണ്. വേഗം പെന്നും പേപ്പർ എടുക്കുക. ഞാൻ ആദ്യം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പറഞ്ഞു തരും, അവസാനം നിങ്ങൾക്ക് ഞാൻ ആൻസർ കീ പറഞ്ഞു തരാം. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നുള്ളത് സത്യസന്ധമായിട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഇവിടെ മാർക്ക് അഥവാ കുറഞ്ഞാൽ തന്നെ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഇനിയും സമയമുണ്ട്. ഓക്കെ അല്ലടാ? ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഇന്ത്യൻ രൂപയുടെ ഔദ്യോഗിക ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഇന്ത്യയിൽ രൂപയുടെ ഔദ്യോഗിക ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഓപ്ഷൻ എ ഉദയകുമാർ ധർമ്മലിംഗം, ഓപ്ഷൻ ബി വെങ്കയ്യ പിംഗലി, ഓപ്ഷൻ സി സുകുമാർ സെൻ, ഓപ്ഷൻ ഡി CD ദേശ്മുഖ്. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? ഓപ്ഷൻ എ 2002, ഓപ്ഷൻ ബി 2005, ഓപ്ഷൻ സി 2009, ഓപ്ഷൻ ഡി 2010. മൂന്നാമത്തെ ചോദ്യം, ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായുള്ള ജാഗോ ഗ്രഹക് ജാഗോ ക്യാമ്പയിൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായുള്ള ജാഗോ ഗ്രഹക് ജാഗോ ക്യാമ്പയിൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ബാങ്കിംഗ് ബോധവൽക്കരണം, ഓപ്ഷൻ ബി ഡിജിറ്റൽ സാക്ഷരത, ഓപ്ഷൻ സി ഉപഭോക്തൃ സംരക്ഷണം, ഓപ്ഷൻ ഡി നികുതി ബോധവൽക്കരണം. നാലാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ച വർഷം ഏതാണ്? ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ച വർഷം ഏതാണ്? ഓപ്ഷൻ എ 1947, ഓപ്ഷൻ ബി 1950, ഓപ്ഷൻ സി 1951, ഓപ്ഷൻ ഡി 1956. അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും വലിയ തൊഴിൽ ദാതാവായ പൊതുമേഖലാ സ്ഥാപനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും വലിയ തൊഴിൽ ദാതാവായ പൊതുമേഖലാ സ്ഥാപനം ഏതാണ്? ഓപ്ഷൻ എ ഇന്ത്യൻ റെയിൽവേ, ഓപ്ഷൻ ബി BSNL, ഓപ്ഷൻ സി ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ്, ഓപ്ഷൻ ഡി പോസ്റ്റ് ഓഫീസ്. ആറാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയിലെ പരോക്ഷ നികുതിക്ക് ഉദാഹരണം? താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയിലെ പരോക്ഷ നികുതിക്ക് ഉദാഹരണം? ഓപ്ഷൻ എ ആദായ നികുതി, ഓപ്ഷൻ ബി കോർപ്പറേറ്റ് നികുതി, ഓപ്ഷൻ സി GST, ഓപ്ഷൻ ഡി സ്വത്ത് നികുതി. ഏഴാമത്തെ ചോദ്യം, ബാങ്കുകൾ തങ്ങളുടെ മൊത്തം നിക്ഷേപത്തിന്റെ ഒരു നിശ്ചിത ശതമാനം RBIയിൽ സൂക്ഷിക്കേണ്ട നിരക്ക് ഏതാണ്? ബാങ്കുകൾ തങ്ങളുടെ മൊത്തം നിക്ഷേപത്തിന്റെ ഒരു നിശ്ചിത ശതമാനം RBIയിൽ സൂക്ഷിക്കേണ്ട നിരക്ക് ഏതാണ്? ഓപ്ഷൻ എ റിപ്പോ റേറ്റ്, ഓപ്ഷൻ ബി CRR, ഓപ്ഷൻ സി SLR, ഓപ്ഷൻ ഡി റിവേഴ്സ് റിപ്പോ റേറ്റ്. എട്ടാമത്തെ ചോദ്യം, ഇന്ത്യയിലെ നീല വിപ്ലവം ഏതിൻ്റെ ഉൽപാദനവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇന്ത്യയിലെ നീല വിപ്ലവം ഏതിൻ്റെ ഉൽപാദനവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ എ പാൽ, ഓപ്ഷൻ ബി മുട്ട, ഓപ്ഷൻ സി മത്സ്യം, ഓപ്ഷൻ ഡി ഉരുളക്കിഴങ്ങ്. ഒൻപതാമത്തെ ചോദ്യം, ഒരു രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യം ഏതാണ്? ഒരു രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യം ഏതാണ്? ഓപ്ഷൻ എ GDP, ഓപ്ഷൻ ബി GNP, ഓപ്ഷൻ സി പ്രതിശീർഷ വരുമാനം, ഓപ്ഷൻ ഡി അറ്റദേശീയ വരുമാനം. പത്താമത്തെ ചോദ്യം,
ഇന്ത്യയിൽ കറൻസി നോട്ടുകൾ അച്ചടിക്കുന്ന പ്രധാന പ്രസ്സുകളിൽ ഒന്നായ സാൽബോണി ഏത് സംസ്ഥാനത്താണ്? ഇന്ത്യയിൽ കറൻസി നോട്ടുകൾ അച്ചടിക്കുന്ന പ്രധാന പ്രസ്സുകളിൽ ഒന്നായ സാൽബോണി ഏത് സംസ്ഥാനത്തിലാണ്? ഓപ്ഷൻ എ മഹാരാഷ്ട്ര, ഓപ്ഷൻ ബി മധ്യപ്രദേശ്, ഓപ്ഷൻ സി കർണാടക, ഓപ്ഷൻ ഡി പശ്ചിമ ബംഗാൾ. 11ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്? ഇന്ത്യയിലെ ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്? ഓപ്ഷൻ എ പ്രധാനമന്ത്രി, ഓപ്ഷൻ ബി പാർലമെന്റ്, ഓപ്ഷൻ സി രാഷ്ട്രപതി, ഓപ്ഷൻ ഡി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. 12ാമത്തെ ചോദ്യം, ഗ്രാമീണ മേഖലയിലെ നിർധനരായ ജനങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ ബാങ്ക് അക്കൗണ്ടുകൾ ലഭ്യമാക്കാൻ ആരംഭിച്ച പദ്ധതി ഏതാണ്? ഗ്രാമീണ മേഖലയിലെ നിർധനരായ ജനങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ ബാങ്ക് അക്കൗണ്ടുകൾ ലഭ്യമാക്കാൻ ആരംഭിച്ച പദ്ധതി ഏതാണ്? പ്രധാനമന്ത്രി ജൻ ധൻ യോജന, ഓപ്ഷൻ ബി പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, ഓപ്ഷൻ സി അടൽ പെൻഷൻ യോജന, ഓപ്ഷൻ ഡി മുദ്ര യോജന. 13ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ധവള വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയിൽ ധവള വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ എ എം എസ് സ്വാമിനാഥൻ, ഓപ്ഷൻ ബി വർഗീസ് കുര്യൻ, ഓപ്ഷൻ സി സാം പിത്രോദ, ഓപ്ഷൻ ഡി സുന്ദർലാൽ ബഹുഗുണ. 14ാമത്തെ ചോദ്യം, ചെറുകിട സംരംഭങ്ങൾക്ക് ബിസിനസ് ആവശ്യങ്ങൾക്കായി വായ്പ നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി ഏതാണ്? ചെറുകിട സംരംഭങ്ങൾക്ക് ബിസിനസ് ആവശ്യങ്ങൾക്കായി വായ്പ നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ പി എം കിസാൻ, ഓപ്ഷൻ ബി മുദ്ര യോജന, ഓപ്ഷൻ സി പി എം ആവാസ് യോജന, ഓപ്ഷൻ ഡി ആയുഷ്മാൻ ഭാരത്. 15ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി ആരാണ്? ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി ആരാണ്? ഓപ്ഷൻ എ ഇന്ദിരാഗാന്ധി, ഓപ്ഷൻ ബി ലാൽ ബഹദൂർ ശാസ്ത്രി, ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ഡി ഗുൽസാരിലാൽ നന്ദ. 16ാമത്തെ ചോദ്യം, വിപണിയിൽ സാധനങ്ങളുടെ വില കുറയുകയും പണത്തിന്റെ മൂല്യം കൂടുകയും ചെയ്യുന്ന സാമ്പത്തികാവസ്ഥ ഏതാണ്? വിപണിയിൽ സാധനങ്ങളുടെ വില കുറയുകയും പണത്തിന്റെ മൂല്യം കൂടുകയും ചെയ്യുന്ന സാമ്പത്തികാവസ്ഥ ഏതാണ്? ഓപ്ഷൻ എ പണപ്പെരുപ്പം, ഓപ്ഷൻ ബി പണച്ചുരുക്കം, ഓപ്ഷൻ സി സാമ്പത്തിക മാന്ദ്യം, ഓപ്ഷൻ ഡി സ്റ്റാഗ്ഫ്ലേഷൻ. 17ാമത്തെ ചോദ്യം, ബാങ്കുകളുടെ ഇടപാടുകാർക്ക് പരാതികൾ പരിഹരിക്കുന്നതിനായി RBI നിയമിച്ച ഉദ്യോഗസ്ഥൻ ഏതു പേരിൽ അറിയപ്പെടുന്നു? ബാങ്കുകളുടെ ഇടപാടുകൾക്ക് പരാതികൾ പരിഹരിക്കുന്നതിനായി RBI നിയമിച്ച ഉദ്യോഗസ്ഥൻ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ ഓഡിറ്റർ, ഓപ്ഷൻ ബി ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ, ഓപ്ഷൻ സി ഗവർണർ, ഓപ്ഷൻ ഡി കമ്മീഷണർ. 18ാമത്തെ ചോദ്യം, ഒരു രാജ്യത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം അളക്കുന്നതിനുള്ള ഏറ്റവും നല്ല സൂചകം ഏതാണ്? ഒരു രാജ്യത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം അളക്കുന്നതിനുള്ള ഏറ്റവും നല്ല സൂചകം ഏതാണ്? ഓപ്ഷൻ എ മൊത്തം ദേശീയ വരുമാനം, ഓപ്ഷൻ ബി GDP, ഓപ്ഷൻ സി പ്രതിശീർഷ വരുമാനം, ഓപ്ഷൻ ഡി വിദേശ നാണ്യശേഖരം. 19ാമത്തെ ചോദ്യം, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അഥവാ ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അഥവാ ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ എ ന്യൂയോർക്ക്, ഓപ്ഷൻ ബി ജനീവ, ഓപ്ഷൻ സി പാരീസ്, ഓപ്ഷൻ ഡി വിയന്ന. അവസാന ചോദ്യം, ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ ഡെപ്യൂട്ടി ചെയർമാൻ ആരായിരുന്നു? ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ ഡെപ്യൂട്ടി ചെയർമാൻ ആരായിരുന്നു? ഓപ്ഷൻ എ മൻമോഹൻ സിംഗ്, ഓപ്ഷൻ ബി പ്രണവ് മുഖർജി, ഓപ്ഷൻ സി മോണ്ടേക് സിംഗ് അഹലുവാലിയ, ഓപ്ഷൻ ഡി നരേന്ദ്രമോദി.
അപ്പോൾ നമ്മുടെ 20 ചോദ്യങ്ങൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ 20 ചോദ്യങ്ങൾ നല്ല കോൺഫിഡൻസിൽ അറ്റൻഡ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഇത്തിരി ടഫായിട്ടാണ് ഞാൻ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അത്രയും സ്റ്റാൻഡേർഡിൽ കിട്ടിക്കോട്ടെ എന്ന് കരുതി അത്യാവശ്യം കുറച്ച് ടഫിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ കീയിലോട്ട് പോകാം. ആൻസർ കീ ഞാൻ പെട്ടെന്ന് വായിച്ച് പോകാം. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിൽ ഉറക്കുന്ന രീതിയിലാണ് ഞാൻ ആൻസർ കീ തരുന്നത്. അപ്പോൾ നമുക്ക് നേരെ ആൻസർ കീയിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 1 രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഉദയകുമാർ ധർമ്മലിംഗം. രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ഉദയകുമാർ ധർമ്മലിംഗം. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2005. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ഉപഭോക്തൃ സംരക്ഷണം ജാഗോ ഗ്രഹക് ജാഗോ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉപഭോക്തൃ സംരക്ഷണവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ച വർഷം 1950. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. കൂടുതൽ തൊഴിൽ നൽകുന്ന പൊതുമേഖലാ സ്ഥാപനം ഇന്ത്യൻ റെയിൽവേ ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. പരോക്ഷ നികുതിക്ക് ഉദാഹരണം GST ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. RBIയിൽ സൂക്ഷിക്കേണ്ട നിക്ഷേപ ശതമാനം CRR. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. നീല വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി മത്സ്യമാണ് നീല വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതിർത്തിക്കുള്ളിലെ ഏക പണമൂല്യം GDP ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. സാൽബോണി കറൻസി പ്രസ് എവിടെയാണ്? പശ്ചിമ ബംഗാളാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. പ്രധാനമന്ത്രി ജൻ ധൻ യോജന കുറഞ്ഞ ചെലവിൽ ബാങ്ക് അക്കൗണ്ട് നൽകുന്ന പദ്ധതി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി ജൻ ധൻ യോജനയാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ധവള വിപ്ലവത്തിന്റെ പിതാവ് വർഗീസ് കുര്യനാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ചെറുകിട സംരംഭങ്ങൾക്ക് വായ്പ നൽകുന്ന പദ്ധതി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുദ്ര യോജന. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. 1ാം പഞ്ചവത്സര പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. വില കുറയുകയും പണത്തിന്റെ മൂല്യം കൂടുകയും ചെയ്യുന്ന അവസ്ഥ ഡീഫ്ലേഷൻ അഥവാ പണച്ചുരുക്കമാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ബാങ്കിംഗ് പരാതികൾ പരിഹരിക്കുന്ന ഉദ്യോഗസ്ഥൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ജീവിത നിലവാരം അളക്കുന്ന സൂചകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രതിശീർഷ വരുമാനം. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനീവയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ആസൂത്രണ കമ്മീഷന്റെ അവസാന ഡെപ്യൂട്ടി ചെയർമാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോണ്ടേക് സിംഗ് അഹ്ലുവാലിയ. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ക്ലാസ്സിന് എന്തെങ്കിലും പോരായ്മയോ മോക്ക് ടെസ്റ്റിന് എന്തെങ്കിലും പോരായ്മയോ കൂടുതൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂട്ടണമെന്നോ കുറയ്ക്കണമെന്നോ എന്ത് തന്നെ അഭിപ്രായം ഉണ്ടെങ്കിലും നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ മോക്ക് ടെസ്റ്റിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ലൈഫ് ട്രാക്കിൻ്റെ സൈഡിൽ നിന്ന് PSCയുടെ SSCയുടെ ഏതെങ്കിലും മെറ്റീരിയൽസ് നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കോൺടാക്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ 10 days മാരത്തോൺ സെഷൻ 5ാമത്തെ ദിവസത്തിലേക്ക് കടന്നു. ഇനിയും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള അവസരമുണ്ട്. മുമ്പത്തെ ക്ലാസ്സുകളുടെ എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഒന്നും തന്നെ മിസ്സാവില്ല. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നല്ല രീതിയിൽ പഠിച്ച് നിങ്ങൾ ആഗ്രഹിച്ച പോസ്റ്റ് നിങ്ങൾക്ക് കിട്ടട്ടെ. താങ്ക്